അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. റമളാനിലെ അവസാനത്തെ രാത്രി നാം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. പലയിടങ്ങളിലും റമളാൻ 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ തറാവീഹിനോ ജമാഅത്തിനോ ആളുകൾ കുറഞ്ഞു പോകുന്ന അവസ്ഥ കാണാറുണ്ട്. അത്തരമൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റമളാനിന്റെ അവസാനത്തെ രാത്രിയിലാണ് അല്ലാഹു തആല പ്രത്യേകമായി പുറത്തു കൊടുക്കുന്നത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വയഅഫിറു ലഹും ഫി ആഖിരിൽ ലൈല. റമളാനിലെ അവസാനത്തെ രാത്രിയിൽ അല്ലാഹു തആല എല്ലാവർക്കും പുറത്തു കൊടുക്കും. ഖീല, അപ്പോൾ സഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഹിയ ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദർ ആണോ? അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ, ലൈലത്തുൽ ഖദർ അല്ല, വലാകിന്നൽ ആമില ഇന്നമാ യുവഫി അജ്റഹു ഇദാ ഖളാ അമലഹു. ഒരു ജോലിക്കാരനിക്ക് കൂലി കൊടുക്കുന്നത് അവന്റെ ജോലി കഴിഞ്ഞിട്ടല്ലേ. അതുകൊണ്ടാണ് അവസാനത്തെ രാത്രിയിൽ അല്ലാഹു തആല പ്രത്യേകമായി പുറത്തു കൊടുക്കുന്നത് എന്ന് മുത്തനബി പഠിപ്പിച്ച ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ റമളാനിന്റെ അവസാനത്തെ രാത്രി ഒരുപക്ഷെ 29-ന്റെ രാവാകാം, അല്ലെങ്കിൽ 30 പൂർത്തിയായാൽ 30-ന്റെ രാവ്. അപ്പോൾ നാം പ്രത്യേകമായി 29-ാം രാവും 30-ാം രാവും നാം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധമായിരിക്കുന്ന റമളാനു ശരീഫ് അനുകൂലമായി സാക്ഷി പറയുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.